വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഇലക്ഷൻ സ്റ്റണ്ട്. കേരളം പിടിക്കാനുള്ള പ്രധാന ചുമതല ഹൈക്കമാൻഡ് നൽകുന്നത് ചെന്നിത്തലയ്ക്ക്. കോൺഗ്രസിന്റെ ബിഗ് 3. ചെന്നിത്തലയ്ക്കൊപ്പം തരൂരും ഷാഫിയും കൂട്ടിന്. ബെന്നിക്ക് പ്രചരണ പത്രിക തയ്യാറാക്കൽ ചുമതല നൽകുന്നത് കൂട്ടായ നേതൃത്വം എന്ന സന്ദേശമാണ് കോൺഗ്രസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിക്കാൻ വമ്പൻ പടയൊരുക്കവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് രംഗത്ത് വരുമ്പോൾ ചർച്ചയാകുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വമാണ്. പാർട്ടിയുടെ പ്രചാരണ തന്ത്രങ്ങൾ മെനയാനും പോരാട്ടം നയിക്കുവാനുമുള്ള സുപ്രധാന സമിതികളെ പ്രഖ്യാപിച്ചപ്പോൾ പരിചയസമ്പത്തും യുവത്വവും ചേർന്നുള്ള വിന്നിംഗ് ഫോർമുലയ്ക്കാണ് കേന്ദ്ര നേതൃത്വം മുൻഗണന നൽകിയിരിക്കുന്നത്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ പ്രചാരണ സമിതിയുടെ അമരക്കാരനായി നിയമിച്ചതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് ആദ്യ സന്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. കൂട്ടായ നേതൃത്വമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ചെന്നിത്തലയ്ക്കുള്ള അഗാധമായ അനുഭവ സമ്പത്ത് വോട്ടായി മാറ്റുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ആഗോളതലത്തിൽ ശ്രദ്ധേയനായ ശശി തരൂർ MP-യെ പ്രചാരണ സമിതിയുടെ സഹ അധ്യക്ഷനായി നിയോഗിച്ചത് നഗര കേന്ദ്രീകൃത വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ലക്ഷ്യമിട്ടാണ്. യുവാക്കളുടെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും ആവേശം ചോരാതിരിക്കാൻ യുവതുർക്കി ഷാഫി പറമ്പിലിനെ പ്രചാരണ സമിതി കൺവീനറായും പാർട്ടി നിയോഗിച്ചിരിക്കുന്നു. എല്ലാ നേതാക്കളെയും അംഗീകരിച്ചുകൊണ്ട് ഇതിനൊപ്പം ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം നൽകുകയും ചെയ്തു. തരൂരിനെയും ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ്. തരൂർ സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിന് പോകും. ജൻസികളെ പാർട്ടിയോട് ചേർത്ത് നിർത്താനായിരിക്കും ശ്രമവും. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനുള്ള പ്രകടന പത്രിക തയ്യാറാക്കാൻ ബെന്നി ബെഹനാനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷാണ് പ്രകടന പത്രിക സമിതിയുടെ സഹ അധ്യക്ഷൻ. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കരുത്തുറ്റ സമിതിയാകും വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം പ്രചാരണ കൊടുങ്കാറ്റ് അഴിച്ചുവിടുക. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വിജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് ഈ നീക്കം. ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായിരുന്ന ബെന്നി ബെഹനാനെയും ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇതും ഏറെ നിർണായകമാണ്. രമേശ് ചെന്നിത്തല അടക്കം ആകെ 10 അംഗങ്ങളാണ് പ്രചാരണ സമിതിയിലുള്ളത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും യുവാക്കളെയും ഏകോപിപ്പിക്കാനാണ് ഷാഫി പറമ്പിലിനെ കൺവീനർ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. വിഷൻ 2026 ലക്ഷ്യമിട്ടുള്ള വിപുലമായ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള ചുമതലയാണ് ബെന്നി ബെഹനാൻ അധ്യക്ഷനായ സമിതിക്ക് നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചാരണ സമിതിയിൽ ഹൈബീഡൻ MP, MLA-മാരായ റോജി M. ജോൺ, CR മഹേഷ്, മാത്യു കോൾനടൻ എന്നിവർക്കൊപ്പം രമ്യ ഹരിദാസ്, M. ലിജു, ദീപ്തി മേരി വർഗീസ് എന്നിവരും അംഗങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാനായി ബെന്നി ബെഹനാൻ MP-യെയും ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് കോ ചെയർമാൻ. MP-മാരായ ഡീൻ കുര്യാക്കോസ്, ബെന്നി മേത്തർ എന്നിവരാണ് പ്രകടന പത്രിക കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. എന്തുതന്നെയായാലും തിരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് ഒരുപടി മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം. കേരളം പിടിക്കാനുള്ള പ്രധാന ചുമതല ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ചെന്നിത്തലയ്ക്കാണ്. കോൺഗ്രസിന്റെ ബിഗ് 3 ചെന്നിത്തലയും തരൂരും ഷാഫിയും ചേർത്താണ് കളമൊരുക്കുന്നത്. ബെന്നിക്ക് പ്രചരണ പത്രിക തയ്യാറാക്കൽ ചുമതല നൽകിയിരിക്കുന്നു. കൂട്ടായ നേതൃത്വം എന്ന സന്ദേശമാണ് കോൺഗ്രസിൽ നിന്നും ഉയരുന്നത്. നാഷൻ ന്യൂസ് ലൈവ്. സത്യം, ചരിത്രം, വർത്തമാനം.